അസ്സലാമലൈക്കും. എന്റെ പേര് റഷീബ, സ്ഥലം നല്ലളം. എനിക്ക് ഇസ്ലാം മതത്തിലെ ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് അറിയേണ്ടത്. കേവലം ലൈംഗികാസക്തിക്ക് മാത്രമല്ല, വിധവകൾക്കും അഗതികൾക്കും സംരക്ഷണം എന്നാണല്ലോ ബഹുഭാര്യത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. 4 ഭാര്യയോടും തുല്യനീതി പുലർത്താൻ കഴിയുമെങ്കിൽ ഒരു പുരുഷന് 4 സ്ത്രീകളെ ഭാര്യമാരാക്കാം. എങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദമില്ലാതെ മറ്റൊരു സ്ത്രീയെ ഭാര്യയാക്കുന്നത് തന്നെ ആദ്യ ഭാര്യയോട് ചെയ്യുന്ന ആദ്യ നീതികേടും. പ്രായത്തെക്കുറിച്ച് എവിടെയും പരാമർശിക്കാത്തത് കാരണം പ്രായം കൂടിയ പുരുഷൻ പ്രായം കുറഞ്ഞ സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ വീണ്ടും ആ സ്ത്രീ വിധവയാകുന്നില്ലേ? ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ് സഹോദരന്റെ ചോദ്യം. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ അവളോട് ചെയ്യുന്ന നീതികേട് ഒന്നാമത്തെ നീതികേടാകുന്നില്ല എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നീതിയെക്കുറിച്ചുള്ള സഹോദരിയുടെ സങ്കല്പനം, അതിന്റെ പരിമിതിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ നീതി എന്ന് പറഞ്ഞാൽ എന്ത് അവൾ അവകാശപ്പെടുന്നുണ്ടോ, അവൾക്ക് എന്ത് അനിവാര്യമായിട്ടുണ്ടോ അത് മുഴുവനും നൽകുക എന്നുള്ളതാണ് നീതിയുടെ താല്പര്യം. അതല്ലാതെ അവൾ എന്താഗ്രഹിക്കുന്നുണ്ടോ, അവളുടെ വികാരം അല്ലെങ്കിൽ അവളുടെ വൈകാരികത, ഇച്ഛിക്കുന്നതെല്ലാം നേടിയെടുക്കുക എന്നതല്ല നീതിയുടെ താല്പര്യം. അത്തരം ഒരു നീതി ഒരു തലത്തിലും ഒരു സംവിധാനത്തിലും നടപ്പാക്കാൻ സാധ്യമല്ല. തീർച്ചയായും സഹോദരി പറഞ്ഞ അതേ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ചില ആളുകൾക്കെങ്കിലും രണ്ടാമത്തെ മക്കളുണ്ടാകുന്നത് ഒന്നാമത്തെ മക്കൾക്കുള്ള നീതികേടായി അനുഭവപ്പെട്ടേക്കാം. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മക്കൾ ഉണ്ടാകുന്നത് ആദ്യത്തെ മക്കൾക്ക് അവർക്ക് സാമ്പത്തിക ബോധമുള്ള, അതല്ലെങ്കിൽ കൂടുതൽ പിതാവിന്റെ സമ്പത്തിൽ കണ്ണു നട്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഇഷ്ടമില്ലാത്തതായി തീർന്നേക്കാം. ചുരുക്കത്തിൽ ഇസ്ലാം നീതിയെയാണ് നോക്കിക്കാണുന്നത്, കേവലമായ വൈകാരികമായ പ്രശ്നങ്ങളെയല്ല. തീർച്ചയായും ഇവിടെ പുരുഷന്റെ ആ പ്രകൃതിയെയും സ്ത്രീയുടെ പ്രകൃതിയെയും കൃത്യമായി അറിയാവുന്ന തമ്പുരാൻ, ആ തമ്പുരാനാണ് ഒന്നിലധികം സ്ത്രീകളെ അനിവാര്യമായ സാഹചര്യത്തിൽ നീതി പുലർത്തിക്കൊണ്ട് വേൾക്കാം എന്ന് അനുവദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഒന്നിലധികം ഭാര്യമാരുള്ളപ്പോൾ ഒരു തരത്തിലും ഒന്നാമത്തെ ഭാര്യയുടെയോ രണ്ടാമത്തെ ഭാര്യയുടെയോ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസ് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ അവിടെ നീതി നടപ്പാക്കപ്പെടുന്നു. അവൾ എന്താവശ്യപ്പെടുന്നുവോ, അവൾക്ക് എന്ത് ലഭിക്കുന്നുവോ, ഇന്നലെ വരെ എന്ത് ലഭിച്ചിരുന്നുവോ അത് ഒന്നും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നില്ല. അതേസമയം കേവലമായ വൈകാരികത എന്നുള്ളത് അവിടെ ഇസ്ലാമിക നീതിയുമായി ബന്ധപ്പെടുന്നില്ല. അത് സ്വകാര്യമായ പ്രയാസമാണ്, പ്രശ്നപാട്. വയസ്സിന്റെ പ്രശ്നത്തിൽ സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത് വയസ്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് വിധവയായി തീരുന്നില്ല ഏതാണ്, അത് അടിസ്ഥാനരഹിതപാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വയസ്സിന്റെ റെസ്ട്രിക്ഷൻ എന്നുള്ളത് വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീ, വിവാഹം ചെയ്യപ്പെടുന്ന പെൺകുട്ടി, അവൾ സ്വന്തമായി അഭിപ്രായം പറയുവാൻ പ്രായമുള്ളവളാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇഷ്ടം, അവളുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പുരുഷന്റെ തെരഞ്ഞെടുപ്പും. പുരുഷന് എത്ര പ്രായം കുറഞ്ഞ സ്ത്രീയാണെങ്കിലും ആ സ്ത്രീക്ക് എതിർപ്പില്ലെങ്കിൽ, അതേപോലെ എത്ര പ്രായം കുറഞ്ഞ പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ ആ പ്രായം കൂടിയ പുരുഷനാണെങ്കിലും അയാൾക്കും എതിർപ്പില്ലെങ്കിൽ, ഈ സ്ത്രീയുടെ മാതാപിതാക്കൾക്കും എതിർപ്പില്ലെങ്കിൽ, അവരുടെ രക്ഷിതാക്കൾക്കും എതിർപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റേ സ്ത്രീയുടെ വൈധവ്യത്വത്തിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ സഹോദരിയോട് സൂചിപ്പിക്കാൻ നിർവാഹമുള്ളൂ.